ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് KCS ആക്ടിലെ ചാപ്റ്റർ 1 കുറിച്ചിട്ടാണ്. നമുക്കറിയാം, കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആൻഡ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്നിലധികം ചാപ്റ്റേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒന്നാമത്തെ ചാപ്റ്ററിനെ കുറിച്ചിട്ടാണ്. ഒന്നാമത്തെ ചാപ്റ്ററിന്റെ കീഴിൽ രണ്ട് സെക്ഷൻസ് മാത്രമേ വരുന്നുള്ളൂ, സെക്ഷൻ 1ഉം സെക്ഷൻ 2ഉം. ഓക്കെ, അതിലെ സെക്ഷൻ 1ൽ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത് പറയുന്നത് സെക്ഷൻ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ് എന്നുള്ളതാണ്. ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ് എന്നുള്ളതാണ്. റൂൾ 1 ഇത് തന്നെയാണ് കേട്ടോ. അത് ഞാൻ ഓർമ്മിപ്പിച്ചതാണ്, നിങ്ങൾക്ക് അത് ഞാൻ ഇതിന്റെ ഇടയിൽ കൊണ്ടുവന്നിരുന്നില്ല. റൂൾ 1 എന്ന് പറയുന്നതും ഈ ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ് എന്ന് പറയുന്നതാണ്. ഇതേ സംഭവം തന്നെയാണ് അതിലും വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ റൂൾ 1 പഠിച്ച പോലെയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഷോർട്ട് ടൈറ്റിൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്നുള്ളതാണ് അവരുടെ ഷോർട്ട് ടൈറ്റിൽ. അപ്പോൾ അതിൻ്റെ ഇയർ എന്തായാലും നമ്മളൊന്ന് പഠിച്ചു വെക്കുക. 1969 എന്ന് പറയുന്നതാണ് ഇയർ കേട്ടോ. 1969 അത് എല്ലാവർക്കും ഒരു കോഓപ്പറേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും അറിയുമായിരിക്കും. 1969 എന്ന് പറയുന്നതാണ് KCS ആക്ടിൻ്റെ ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 1969 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം വൈഡ് ആണ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. എത്രത്തോളം വൈഡ് ആണ്? ഓൾ കേരള സ്റ്റേറ്റ് എന്നുള്ളതാണ്. ഓക്കെ, അതായത് നമ്മുടെ കേരളം ഒട്ടാകെ, നമ്മുടെ ഈ ഒരു കേരള സംസ്ഥാനം മൊത്തം അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് എന്തെന്ന് പറയുന്നത്, കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് പറയുന്നത്. ഈ നെക്സ്റ്റ് ആക്ട് നമ്പർ എത്രയാണെന്നുള്ളത്, ആക്ട് നമ്പർ 21 കേട്ടോ. 21 എന്തെന്ന് പറയുന്നത് ഈ ആക്ട് നമ്പർ എന്ന് പറയുന്നത് KCSന്റെ. ഇനി ഒഫീഷ്യൽ ഗസറ്റിൽ വന്നത് എപ്പോഴാണ്? ഒഫീഷ്യൽ ഗസറ്റിൽ വന്നിട്ടുള്ളത് 12/5/1969 12/5/1969 എന്ത് ചെയ്തിട്ടുള്ളത്? ഇത് ഒഫീഷ്യൽ ഗസറ്റിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഇനി ഇത് രണ്ടും ഒന്ന് കണക്ട് ചെയ്ത് നോക്കി. ആക്ട് നമ്പർ 21 തിരിച്ചിട്ടാൽ എന്തായി മാറി? ഒഫീഷ്യൽ ഗസറ്റിൽ വന്നിട്ടുള്ള ഡേറ്റ് ആയല്ലോ. അതായത് സോറി, ഒരു മിനിറ്റ്, 21 ആക്ട് നമ്പർ. 21 എന്ന് പറയുന്ന ആക്ട് നമ്പർ. ഇതിനെ എന്ത് ചെയ്തു? നമ്മൾ നേരെ തിരിച്ചെഴുതി. അതാണ് 12 എന്ന് പറയുന്നത്. അപ്പൊ 21 12. അപ്പൊ ഒഫീഷ്യൽ ഗസറ്റിൽ വന്നത് എന്താണ്? 12/5/1969. പിന്നെ അടുത്തത് രണ്ട് ഡേറ്റ് എന്ന് പറയുമ്പോൾ ആക്ട് വന്നത് എപ്പോഴാണ്, റൂൾസ് വന്നത് എപ്പോഴാണെന്നുള്ളതാണ്. ആക്ട് എപ്പോഴാണ് വന്നത്? 15/5/1969. അതായത് മെയ് 15-നാണ് വന്നിട്ടുള്ളത്. 15/5/1969. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ KCS റൂൾസ് വന്നത് എപ്പോഴാണ്? 14/7/1969. 7 എന്ന് പറയുന്നത് ജൂലൈ. 14/7/1969 റൂൾസ് വന്നിട്ടുള്ളത്. ഇനി അത് രണ്ടും കണക്ട് ചെയ്ത് നോക്കിയേ. 15/5/14/7 15/5/14/7. അപ്പൊ ഇനി ഈ 3 ഡേറ്റ് നമുക്കൊന്ന് പഠിക്കാം. 12/5/1969 നമുക്ക് വിട്ടേക്കാം, അത് നമുക്കറിയാം. KCSന്റെ ആ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ 1969 അതിന്റെ ഇയർ വരുന്നത്. ഓക്കെ, അതിപ്പോൾ ഒഫീഷ്യൽ ഗസറ്റിൽ വന്നതായാലും ആക്ട് വന്നായാലും റൂൾസ് വന്നായാലും 1969 അത്. ഓക്കെ, ഇനി നമുക്ക് ആ ഡേറ്റ് ഒന്ന് നോക്കി നോക്കാം. 12/5 15/5 14/7. ഇതിങ്ങനെ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഓർഡർ ആക്കി കഴിഞ്ഞാൽ നമുക്കത് പിന്നെ പഠിക്കേണ്ട ആവശ്യമില്ല. 12/5 15/5 14/7 ഇങ്ങനെ 3 ഡേറ്റ്സ് ആണ് വരുന്നത് കേട്ടോ. അപ്പൊ ആ 3 ഡേറ്റും പഠിച്ചു കഴിഞ്ഞില്ലേ. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പബ്ലിക് ഇയർ എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട് 19 എന്നുള്ളത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ എത്രാമത് റിപ്പബ്ലിക് ഇയറിലാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഈ ഒരു KCS ആക്ട് എനാക്ട് ചെയ്തത് എന്നുള്ളതാണ്. എത്രാമത്തെ റിപ്പബ്ലിക് ഇയറിലാണ് KCS ആക്ട് വന്നത് എന്നുള്ളത്. ഓക്കെ, സിമ്പിളായി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അത് എത്രാമതാണ്? 19ാമത് റിപ്പബ്ലിക് ഇയറിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ KCS ആക്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് സെക്ഷൻസ്. എത്ര സെക്ഷൻസ് ഉണ്ട് നമുക്ക്? 110 സെക്ഷൻസും 201 റൂൾസും ആണ് KCS ആക്ട് 1969 ഉള്ളത്. KCS ആക്ട് ആൻഡ് റൂൾസ് എടുത്തു കഴിഞ്ഞാൽ 110 സെക്ഷനും 201 റൂൾസുമാണ് ഉള്ളത്. ഈ 110 സെക്ഷൻസ് ഫ്രെയിം ചെയ്യുന്ന ആരാണ്? ലെജിസ്ലേച്ചർ ആണ്. ലെജിസ്ലേച്ചർ ത്രൂ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ആക്ട് എന്ന് പറയുന്നത് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. സോറി, സെക്ഷൻസ് എന്ന് പറയുന്നത് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. ഈ പിന്നീട് റൂൾസ് ആണ് പറയുന്നത്. റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 201 റൂൾസ് ഉണ്ട്. 201 റൂൾസ് ഉണ്ട്. ഇത് ഫ്രെയിം ചെയ്യുന്ന ആരാണ്? ഗവൺമെന്റ് ആണ്. റൂൾസ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ആണ്. അപ്പം നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു ലോ പഠിച്ചു തുടങ്ങുമ്പോൾ അറിയും,
സെക്ഷൻസ് എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഈ സെക്ഷൻസിന്റെ അണ്ടറിൽ ഇതിന് എക്സ്പ്ലനേഷൻ ഫോംസ് വരുന്നതാണ് റൂൾസ്. ഓക്കെ, അപ്പൊ സെക്ഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ എന്താണ്, ലെജിസ്ലേച്ചർ ആണല്ലോ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമുക്ക്. അപ്പൊ സെക്ഷൻസ് ഉണ്ടാക്കുന്നത് അങ്ങനെ അവർ കുറച്ച് വലിയ പുള്ളികളാണ് ലെജിസ്ലേച്ചർ, അപ്പൊ അവരാണ് ഉണ്ടാക്കുന്നത്. ഇനി റൂൾസ് ആണെന്നുണ്ടെങ്കിലോ അത് ഫ്രെയിം ചെയ്യുന്ന ഗവൺമെന്റ് ആണ്. കുറച്ച് താഴെ കുറച്ച് അവരെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുമല്ലോ, നമ്മുടെ അടുത്ത് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ. അപ്പൊ അത് ഫ്രെയിം ചെയ്യുന്ന ആരായിരിക്കും? റൂൾസ് എന്ന് പറയുന്നത് ഫ്രെയിം ചെയ്യുന്ന ഗവൺമെന്റ് ആയിരിക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ സംഭവം. ഇനി അടുത്തത് സെക്ഷൻസിന്റെ അണ്ടറിൽ എത്ര ചാപ്റ്റർ വരുന്നുണ്ട്? സെക്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ 16 ചാപ്റ്ററും റൂൾസ് നോക്കിക്കഴിഞ്ഞാൽ 15 ചാപ്റ്ററും വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമുക്കിനി ഒന്നും കൂടി പറയാം. സെക്ഷൻസ് 110, അതിലെന്തുണ്ട്? ലെജിസ്ലേച്ചർ ആണ് ഫ്രെയിം ചെയ്യുന്നത്. 16 ചാപ്റ്റർ. ഓക്കെ, 110 സെക്ഷൻസ്, ലെജിസ്ലേച്ചർ ഫ്രെയിം ചെയ്യും, 16 ചാപ്റ്റർ. ഇനി റൂൾസിനെ സംബന്ധിച്ചിടത്തോളം 201 റൂൾസ് ഉണ്ട്, ഗവൺമെന്റ് ആണ് ഫ്രെയിം ചെയ്യുന്നത്, 15 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, ഇത്രയാണ് പറയുന്നത്. ഇനി അടുത്ത് എന്താന്ന് വെച്ചാൽ ഒരു സെക്ഷൻ 80 പറയുന്നുണ്ട്. ഇപ്പൊ ഒരു പെർട്ടിക്കുലർ ആയിട്ട് ഏതെങ്കിലും ഒരു സെക്ഷൻ ചോദിക്കും, എന്നിട്ട് അത് എന്നാ വന്നേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു സെക്ഷൻ എന്നാ പറയുന്നത്, സെക്ഷൻ ഒരു 61 62 അങ്ങനെ വല്ലതൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും അതെന്നാ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ 15(5) തന്നെയാണ് കേട്ടോ എഴുതേണ്ടത്. 15(5) 1969 എന്ത് ചെയ്തിട്ടുള്ളത്, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സെക്ഷൻ നമുക്ക് എടുത്ത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ എന്നാണ് അത് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും 15(5) മെയ് 15-ന് തന്നെയാണ് വന്നിട്ടുള്ളത് എന്നാണ്. അതായത് അത് നമ്മളെ കൺഫ്യൂസിങ് ആക്കാൻ വേണ്ടി ചോദിക്കുന്നതാണ്. ആ ഒരു പെർട്ടിക്കുലർ ആയിട്ട് ചോദിക്കുന്ന അല്ലെങ്കിൽ ഡിഫറെന്റ് ആയി വന്നിട്ടുള്ളത് സെക്ഷൻ 80-ന്റെ അണ്ടറിലുള്ള റൂൾസ് ആണ്. സെക്ഷൻ 80-ന്റെ കീഴിലുള്ള റൂൾസ് വന്നത് എപ്പോൾ മാത്രമാണ്? 1/1/1974 1/1/1974 സെക്ഷൻ 80-ന്റെ താഴെയുള്ള റൂൾസ് വന്നിട്ടുള്ളത്. ആ റൂൾസ് എത്രയാണ്? 182 തൊട്ട് 201 ആണ് വരുന്നത്. റൂള് 182 തൊട്ടിട്ട് 201 വരെ റൂൾസ് വന്നത് എപ്പോഴാണ്? 1/1/1974 കേട്ടോ വന്നത്, ജാനുവരി 1. ഓക്കെ, ജാനുവരി 1, 1974. ഇനി അപ്പോൾ സെക്ഷൻ 80 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഓഫീസേഴ്സ് കേട്ടോ, ഓഫീസേഴ്സിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഓഫീസേഴ്സ്, അവരുടെ സാലറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത് 80-ൽ. അപ്പൊ ആ 80-ന്റെ അണ്ടറിലുള്ള റൂൾസ് വന്നതിന്റെ കാര്യമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് കേട്ടോ. 1/1/1974 ആ റൂള് 182 തൊട്ടിട്ട് 201 വരെ ഉള്ളത്. അപ്പൊ ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിന്റെ അണ്ടറിൽ പറയുന്നുള്ളൂ. പിന്നെ നമുക്കറിയാം ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്ന് സ്കെൽട്ടൺ ആണ്, അങ്ങനെ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ അതിൽ പറയുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ ലോ ബേസ് ചെയ്തിട്ടാണ്. നമ്മുടെ മെയിൻ എന്ന് പറയുന്നത് എന്താണ്? ലോന്റെ സ്കെൽട്ടൺ എന്നറിയപ്പെടുന്നത് ലോ ഓഫ് ദ സ്കെൽട്ടൺ അല്ലെങ്കിൽ KCS ആക്ട് ഉണ്ടല്ലോ, ഇതിനെ സംബന്ധിച്ചിടത്തോളം ലോയുടെ സ്കെൽട്ടൺ എന്നറിയപ്പെടുന്നതാണ് ആക്ട് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണ് ആക്ട് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. ആരാണ് ഫ്രെയിം ചെയ്തത്? ലെജിസ്ലേച്ചർ ആണ് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്റർ 1-ല് സെക്ഷൻ 1-ന്റെ കീഴിൽ വരുന്നത് കേട്ടോ. ഇനി സെക്ഷൻ 2-ൽ പറയുന്നത് ഡെഫിനിഷൻസിനെ കുറിച്ചിട്ടാണ്. അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്.